സൂംബ ഡാൻസ് ആണോ അതിനുള്ളൊരു പരിഹാരം എന്ന് ചോദിച്ചാൽ ശരിക്കുമല്ല. നമ്മളിപ്പോൾ ഇന്നലെ ആയിട്ട് ഒരുപാട് വാർത്തകൾ ഇതിൽ കണ്ടു. ശരിക്കും ചെറിയൊരു പ്രതീക്ഷ അതിൽ നമുക്ക് ഉണ്ട്. പ്രത്യേകിച്ച് സർക്കാർ തലത്തിൽ തന്നെ കുട്ടികളെ എന്തുകൊണ്ട് ലഹരിക്ക് അടിമകളാകുന്നു, അല്ലെങ്കിൽ ലഹരിയിലേക്ക് അവർ ഇങ്ങനെ ഒരു ആസ്വാദനം കണ്ടെത്തി പോകുന്നു എന്നുള്ള ഒരു പഠനം സർക്കാർ തലത്തിൽ തന്നെ അവർ നടത്തുന്നു. പരിഹാരം സർക്കാർ തന്നെ ആലോചിക്കുന്നു എന്നുള്ള ഒരുപാട് പോസിറ്റീവ് നമ്മളിതിൽ അതൊരു പ്രതീക്ഷയായിട്ടാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത്. സർക്കാർ ഇപ്പം സ്വീകരിച്ച നിലപാടാണോ അതിൽ ശരിയെന്ന് ചോദിച്ചാൽ അല്ല. സൂംബ ഡാൻസ് ആണോ അതിനുള്ളൊരു പരിഹാരം എന്ന് ചോദിച്ചാൽ ശരിക്കുമല്ല. അതിനേക്കാൾ അപ്പുറം ഇതിന് കാരണമാകുന്ന മറ്റ് കാര്യങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത്തരം ലഹരി സാധനങ്ങൾ അല്ലെങ്കിൽ സ്ട്രെസ് ആണ് ഇത്തരം കാര്യങ്ങൾക്ക് അവർ നയിക്കുന്നെങ്കിൽ അതില്ലാതാക്കാനുള്ള പരിഹാരങ്ങളാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു ക്യാമ്പസിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ലഹരിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയങ്ങളോ നമുക്കിങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ നമ്മളിവിടെയൊക്കെ ചെയ്യുന്ന ഒരു രൂപം ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ താല്പര്യങ്ങളായിരിക്കും ഉണ്ടാകുക. പ്രത്യേകിച്ച് ചില കുട്ടികൾക്ക് വായിക്കാൻ താല്പര്യമുള്ള ചില കുട്ടികളിവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആ മേഖലയിൽ കൂടുതൽ നമ്മൾ ഒരു സ്വാതന്ത്ര്യം കൊടുക്കും, കൂടുതൽ അവരെ ആ വിഷയത്തിൽ മോട്ടിവേറ്റ് ചെയ്യുക. ചില ആളുകൾക്ക് എഴുതാൻ താല്പര്യമില്ല, ചില ആളുകൾക്ക് ചിത്രം വരക്കാനുള്ള താല്പര്യമുള്ള കുട്ടികളുണ്ട്, ചില ആളുകൾക്ക് ഫുട്ബോൾ കളിക്കാനാണ് താല്പര്യം. അപ്പോൾ അവരെ കൂടുതൽ അങ്ങനത്തെ മേഖലകളിലേക്ക് നമ്മൾ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്ന പരിഹാരം. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഡിപ്രഷൻ ഉണ്ട്, അതുപോലെ ആങ്സൈറ്റി, അവരുടെ മാനസിക പ്രശ്നങ്ങൾക്ക് ഇതിനുള്ള പരിഹാരങ്ങളൊന്നും ഇങ്ങനെയുള്ള നൈമിഷികമായ സന്തോഷങ്ങൾ നൽകുന്ന ഈ സൂംബ ഡാൻസ് പോലെയുള്ള കാര്യങ്ങളല്ല. മറിച്ച് അവർക്ക് നല്ല ലക്ഷ്യബോധം ഉണ്ടായി കൊടുക്കുക, അവിടെ അവർക്ക് കൂടുതൽ മുന്നേറാനുള്ള അവസരങ്ങൾ, അതുപോലുള്ള അതിനുള്ള മോട്ടിവേഷൻ കൊടുക്കുക. കുട്ടികൾക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റിയ ചില ഗെയിമുകൾ, പ്രത്യേകിച്ച് സ്പോർട്സ്, ഫിസിക്കൽ ആക്ടിവിറ്റികൾ, ഇതിലൊക്കെ കുട്ടികളെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പരിഹാരമായിട്ടാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത്.